ഹായ് ചേച്ചി, കൊച്ചിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. നിങ്ങൾ നിങ്ങളുടെ പാർട്ടീസ് ആരൊക്കെ ഉണ്ടായിരുന്നു? 2-3 പേര്. ഒരു ഹായ് പറയൂ. ഹാപ്പി ബർത്ത്ഡേ മോളു. താങ്ക് യു പറയൂ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. ചേട്ടാ ഹായ് ഹായ് ഹായ്. മണവാളാണ് കേട്ടോ. 2 വർഷം കഴിഞ്ഞാൽ സെപ്റ്റംബറിൽ കല്യാണം. ഒരു കാര്യം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് മതിയല്ലോ. ഓക്കെ ഓക്കെ. നമ്മുടെ റെസ്റ്റോറൻറ്റ് 3-ാമത്തെ എങ്ങോട്ട് ഔട്ട്ലെറ്റാന്ന് തോന്നുന്നു. കറക്റ്റ് അറിയില്ല. അപ്പോൾ ചേട്ടൻ വിളിച്ചാണ്. സന്തോഷമായിട്ട് വന്നു. നിങ്ങളൊക്കെ എത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നാലും സെപ്റ്റംബറിൽ മാരേജ് ഉണ്ടാവും നമ്മുടെ. സെപ്റ്റംബറിൽ മാരേജ് ഉണ്ടാവും. സെപ്റ്റംബറിൽ വേറെ ലെവലായിരിക്കും. അതുപോലെ എറണാകുളത്ത് അല്ലെങ്കിൽ ചെയ്യാൽ ഫിക്സ് ചെയ്തുള്ള സ്ഥലം എവിടെയാണ്? ഇവിടെ ഇരിക്കല്ലേ. ഞാൻ എടുത്തിട്ട് വരാ. അതെ, ഇവിടെ കഴിഞ്ഞു ഇവിടെ കഴിഞ്ഞു ഇവിടെ കഴിഞ്ഞു. ഇല്ല മീഡിയാസിന് ബൈക്ക് കൊടുക്കില്ലേ? ഇവിടുത്തെ കഥ മാത്രം അല്ലേ? കൊച്ചിനെ കരയിപ്പിച്ച് പോകല്ലേ? കണ്ടിട്ടുണ്ടായില്ലേ ഒരു ജിന്റെ ഒരു കുഞ്ഞിനെ കരയിപ്പിച്ച്? അയ്യോ, അത് പറഞ്ഞപ്പോഴാ ഇത് ഭയങ്കര ഒരു അടിപൊളി ഹോട്ടലാട്ടോ.
എല്ലാം മലയാളിമാരുണ്ട്. എല്ലാം മലയാളിമാരുണ്ട്. ജിൻഡോ ആഞ്ചലി ഈ ഒരു ഇവിടെ ഫുൾ ടൈം ആ പാട്ടിന്റെ മുമ്പിലാണ്. ഇത്ര സ്പേസ് ഫീലില്ല കേട്ടോ. താഴെ സതീശന്റെ അഞ്ചാമത്തെ ഈ ബ്രാൻഡ് ഉരുളാന്നുള്ള ബ്രാൻഡ് മൂന്നാമത്തെ ഔട്ട്ലെറ്റാണ് നല്ല തുറക്കണേ. സൂപ്പറായിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല സ്ഥലമല്ലേ? എയർപോർട്ടൊക്കെ അടുത്ത് തീർച്ചയായിട്ടും എല്ലാ ടൈമിൽ അടുത്താണ്. കാലടി ശങ്കരാചാര്യ ജന്മസ്ഥലമാണ്. അതെ അതെ അപ്പോൾ കാലടിക്ക് നല്ല മൈലേജാണ്. ജിൻ്റെ ഉള്ളതാണ്. നമുക്ക് കഴിച്ചാലോ? കഴിക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ട്. ജിൻഡോയുടെ ആദ്യത്തെ ഉദ്ഘാടനമാണ് കേരളത്തിലെ ബിഗ് ബോസ് കഴിഞ്ഞ പിന്നെ. ആ കേരളത്തിലെ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ആയിട്ടാണ്. അടിപൊളിയാണ്. ബിഗ് ബോസിന് മുമ്പ് ഒരു 100 ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഇത് അതിന് മുമ്പുള്ള ബിഗ് ബോസ് കഴിഞ്ഞിട്ടുള്ള ഒരു 1000 ആഘോഷമാണ് കേരളത്തിൽ. ദുബായിൽ തുടങ്ങി ചെയ്തായിരുന്നു. കല്യാണമൊക്കെ എപ്പോഴും സെപ്റ്റംബറിലുണ്ടാവും. ആളവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. എല്ലാവരും വരണം. ഇപ്പോഴും ക്ഷണിച്ചോളൂ. ഞങ്ങള് ക്ഷണിച്ചില്ല കേട്ടോ കല്യാണം. നമ്മളല്ലേ എന്തായാലും കേരളക്കാരെ മൊത്തം ഉണ്ടാവും മിക്കവാറും. ഭാവി വധുവിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഭാവി ഒന്നും ആരെയും കാണിച്ചിട്ടില്ല. എന്തായാലും ആ സമയത്ത് പ്രസിദ്ധിയാന്ന് ചെയ്യുക. ആളങ്ങനെ മീഡിയസിന് മുമ്പിൽ വരാൻ അത് ഷെയിമാണ്. അന്ന് നിങ്ങൾ വോയിസ് കേട്ടതല്ലേ? അങ്ങനെ വരാനുള്ളൊരു മടികൊണ്ടാണ്. എന്തായാലും നിങ്ങളുടെ മുമ്പിൽ തന്നെ ഞാൻ പ്രസിദ്ധി ചെയ്യണം. ലവ് മാരേജ് അല്ലേ? ആ എങ്ങനെയായിരുന്നു ബാക്ക് സ്റ്റോറി ഒക്കെ? ഒരു 3 വർഷത്തെ റിലേഷൻഷിപ്പ് ഉണ്ട് അവർക്ക്. ആ 3 വർഷത്തെ റിലേഷനുള്ളതാണ്. വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് മാരേജ് കഴിഞ്ഞ് പോയത്. ഇനിയിപ്പോൾ എന്തായാലും വരും. ഉടനെ കല്യാണം ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നോ? ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് കുറച്ച് ക്ലിയറായി. അങ്ങനെ ഏകദേശം ഒരു 1 ഇയറോളം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട് മാരേജിലേക്ക് കടന്നു. മാരേജ് സെറ്റ് ചെയ്തു. മനസ്സിലാക്കാൻ നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ ഒരുപാട് സമയമാണല്ലോ. ഒരു വർഷം നമ്മൾ ആളായിട്ട് നന്നായിട്ട് സംസാരിച്ച്
ആളുടെ ഫാമിലി ആയാലും കാര്യങ്ങളെ സംസാരിച്ചിട്ടാണ് നമ്മൾ മുകളിൽ എത്തിയത്. മുകളിൽ ആളുടെ ഫാമിലിക്കും കാര്യങ്ങൾക്കും കൂടുതൽ നമ്മളിഷ്ടമല്ല. കാരണം ആൾക്ക് അവിടെ ഉള്ള ഒരാളെ കെട്ടിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര വൈകിയത്. പിന്നെ അവിടെ പിടിച്ചപടിയാണ് ഞാനെല്ലാം മതി എന്നുള്ളതിൽ നിന്നു. ഞാനും ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ കല്യാണം നടക്കാൻ പോകുന്നത്. മമ്മിയോട് പറഞ്ഞിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മിക്ക് ഇതറിയാം. അറിയാമെന്ന് വെച്ചാൽ മമ്മിയുടെ അവരോട് എല്ലാവരും സംസാരിക്കുന്ന ആളാണ്. വീട്ടുകാരോട് എല്ലാവരും സംസാരിക്കുന്നതാണ്. അവരുടെ വീട്ടുകാർക്ക് അത്രയും എന്നെ ഇഷ്ടമായിരുന്നില്ല. കുഴപ്പമില്ല. കാരണം അല്ലെങ്കിൽ നേരത്തെ കല്യാണം നടന്നേനെ. പിന്നെ അവൾ പിന്നെ എൻ്റെ കല്യാണമൊക്കെ മുടക്കായിരുന്നു. ഞാൻ മതിയെന്ന് പറഞ്ഞു. ആൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് ബിഗ് ബോസ് ഹെൽപ്പ് ചെയ്തോ ശരിക്കും കല്യാണം അറേഞ്ച് ചെയ്യാനൊക്കെ? ഇല്ല, ബിഗ് ബോസ് ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഇതിന് മുമ്പായാലും ഞങ്ങളുടെ കല്യാണം ഫിക്സാണ്. അതേ ആൾ ചേർന്ന് പോയിട്ടുള്ളത്. അപ്പോൾ അത് കല്യാണം ഫിക്സാണ് എപ്പോഴും. പക്ഷേ അതൊരു ഇവിടെ വരാനുള്ള ഒരു പ്രശ്നം ആയിരുന്നു മെയിനായിട്ട്. ഞാൻ ബിഗ് ബോസിൽ വെച്ച് പറയാറുന്നല്ലേ, ഈ മന്തിലേക്ക് ഞാൻ വേറെ നോക്കുന്നൊക്കെ പറഞ്ഞില്ല. ഞങ്ങൾ ചുമ്മാ ചൂടായിട്ടാണ് എനിക്ക് പറഞ്ഞത്. കാരണം നമ്മുടെ മൈൻഡിലുള്ള ആൾ തന്നെയാണ്. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ആരെങ്കിലും വിളിച്ചിരുന്നോ? ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ആരെങ്കിലൊക്കെ വിളിച്ചിരുന്നോ, കോൺടാക്ട് ചെയ്തിരുന്നോ ബിഗ് ബോസിനകത്തുള്ള? ബിഗ് ബോസിനകത്തുള്ള ചില ആൾക്കാർക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. കാരണം അവർ നമ്മളെ ഒരു 100 ദിവസം അവർ നമ്മളെ കണ്ടിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ ഫീലിംഗ് അവർക്കും ഉണ്ടാവും. നമ്മുടെ ഫീലിങ്ങൾ, മറ്റുള്ളവരുടെ ഫീലിംഗ്, എല്ലാവരും ഫീലിംഗ് അവർ കാണാതെ ശരിക്കും നമ്മളെക്കാളും കൂടുതൽ മാനസികമായിട്ട് ശരിക്കും ഒരു വിഷമിക്കുന്ന ആൾക്കാരാണ് അവരുടെ ക്രൂസ്. അത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത്. കാരണം നിങ്ങളായാലും പുറത്തു പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ അവർക്കായാലും പുറത്തു പോകാൻ പറ്റില്ല. അവർ നമ്മളെ മാത്രം വീക്ഷിച്ച് നിൽക്കുക. ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അതൊരു മാനസിക പ്രശ്നമാണ്. കാരണം അത് എനിക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഫ്റ്റർ പാർട്ടിക്ക് അവർ പറയാതെ. കാരണം നിങ്ങളുടെ ഓരോ വേദനകളും ഞങ്ങൾക്കും ചങ്കി കൊടുക്കുന്ന വേദനയായിരുന്നു എന്ന് അവരും എല്ലാവരുടെയും, എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും